ഹായ് ഓൾ PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ LDC LGS പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. ആദ്യത്തെ 20 ചോദ്യം കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മളൊരു പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1, 3, 4. ഏതൊക്കെയാണെന്ന് നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവയ്ക്കുന്ന ഭരണാധികാരി കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ സ്വന്തം രാജ്യത്ത് നിലനിർത്തണം. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവയ്ക്കുന്ന ഭരണാധികാരി കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ സ്വന്തം രാജ്യത്ത് നിലനിർത്തണം. അടുത്ത പ്രസ്താവന നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച പ്രദേശത്തിൻ്റെ സംരക്ഷണം കമ്പനിയെ ഏറ്റെടുക്കും. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച പ്രദേശത്തിൻ്റെ സംരക്ഷണം കമ്പനിയാണ് ഏറ്റെടുക്കുന്നത്. ഇംഗ്ലീഷുകാരുമായി അല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രവുമായോ ഭരണാധികാരിയുമായോ കരാറിൽ ഏർപ്പെടരുത്. സൈനിക സഹായ വ്യവസ്ഥ അനുസരിച്ച് ഇംഗ്ലീഷുകാരുമായി അല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രമായോ ഭരണാധികാരിയുമായോ കരാറിൽ ഏർപ്പെടരുത്. നമുക്ക് ഒന്നുകൂടെ പോയിന്റ്സ് നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവയ്ക്കുന്ന ഭരണാധികാരി കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ സ്വന്തം രാജ്യത്ത് നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച പ്രദേശത്തിൻ്റെ സംരക്ഷണം കമ്പനി ഏറ്റെടുക്കും. ഇംഗ്ലീഷുകാരുമായി അല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രവുമായോ ഭരണാധികാരിയുമായോ കരാറിൽ ഏർപ്പെടരുത്. ഇതൊക്കെയാണ് സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ. അടുത്ത ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്രചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി ആണ് രാമകൃഷ്ണ മിഷൻ. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്രചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. അപ്പോൾ രാമകൃഷ്ണ മിഷൻ പ്രോത്സാഹിപ്പിച്ച ചിന്തകളാണ് സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്രചിന്ത എന്നിവ. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1, 2, 3. ഏതൊക്കെയാണെന്ന് നോക്കാം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളിവർ, റഷ്യൻ വിപ്ലവം ലെനിൻ, മഹത്തായ വിപ്ലവം ജെയിംസ് രണ്ടാമൻ. അപ്പോൾ ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണ്? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളിവർ, റഷ്യൻ വിപ്ലവം ലെനിൻ, മഹത്തായ വിപ്ലവം ജെയിംസ് രണ്ടാമൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 5 തെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. 5 തെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് 5 തെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ് മാറുമറയ്ക്കാനുള്ള അവകാശം. ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യം മാറുമറയ്ക്കാനുള്ള അവകാശമായിരുന്നു ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചുവടെ പറയുന്നവയിൽ അറബിക്കടലിൽ പതിക്കാത്ത നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് മഹാനദി. അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് സിന്ധു, നർമ്മദ, താപ്തി എന്നിവ. തന്നിരിക്കുന്നതിൽ മഹാനദിയാണ് അറബിക്കടലിൽ പതിക്കാത്തത്. സിന്ധു, നർമ്മദ, താപ്തി എന്നീ നദികൾ അറബിക്കടലിലാണ് പതിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഓപ്ഷൻ ബി. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. പഴയ എക്കൽ മണ്ണ് ഭംഗർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഭംഗർ എന്നറിയപ്പെടുന്നത് പഴയ എക്കൽ മണ്ണാണ്. രാജ്യാന്തര മണ്ണ് വർഷമായി UN ആചരിച്ചത് 2015 അപ്പോൾ 2015 UN രാജ്യാന്തര മണ്ണ് വർഷമായി ആചരിച്ചത്. പോയിന്റ്സ് ഒന്നുകൂടെ നോക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. പഴയ എക്കൽ മണ്ണ് ഭംഗർ എന്നറിയപ്പെടുന്നു. രാജ്യാന്തര മണ്ണ് വർഷമായി UN ആചരിച്ചത് 2015. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ പറയുന്നവയിൽ കാലിക വാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്?
ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ധ്രുവീയക്കാറ്റ്. തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ കാലിക വാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ധ്രുവീയക്കാറ്റാണ്. കാലിക വാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മൺസൂൺ കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ് എന്നിവ. മൺസൂൺ കാറ്റും കടൽക്കാറ്റും പർവ്വതക്കാറ്റും കാലിക വാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉം. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കഡസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടവും. ധരാതലീയ ഭൂപടങ്ങളും കഡസ്ട്രൽ ഭൂപടങ്ങളുമാണ് വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. ഇടനാട്ടിലെ വിളവൈവിധ്യത്തിനുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. ഇടനാട്ടിലെ വിളവൈവിധ്യത്തിനുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ധാരാളമായി ലഭിക്കുന്ന മഴ, നദീതടങ്ങളിലെ എക്കൽ മണ്ണ്, കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണ്. ഇടനാട്ടിലെ വിളവൈവിധ്യത്തിനുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ധാരാളമായി ലഭിക്കുന്ന മഴയും നദീതടങ്ങളിലെ എക്കൽ മണ്ണും കുന്നിൻ പ്രദേശങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണും. അപ്പോൾ കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണ്, നദീതടങ്ങളിലെ എക്കൽ മണ്ണ്, ധാരാളമായി ലഭിക്കുന്ന മഴ എന്നിവയാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിനുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നഗരപ്രദേശങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരപ്രദേശങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് പ്രയോജനപ്പെടുന്നത്. നഗരപ്രദേശങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 4ഉം. ഇതൊക്കെയാണെന്ന് നോക്കാം. ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, സാമ്പത്തിക സമത്വം എന്നിവയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ. ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനവും സാമ്പത്തിക സമത്വവുമാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ. അടുത്ത ചോദ്യം നോക്കാം. നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ. നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. അടുത്ത ചോദ്യം. ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം 3ഉം. ഏതൊക്കെയാണെന്ന് നോക്കാം. പഞ്ചായത്തി രാജ് നിലവിൽ വന്നു. നരസിംഹറാവു ഗവൺമെൻറ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കി. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായി. 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. നരസിംഹറാവു ഗവൺമെൻറ് പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കിയതും ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായതും. അപ്പോൾ 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടന്നതാണ് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത്, പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതും ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായതും. അടുത്ത ചോദ്യം നോക്കാം. കോർ ബാങ്കിംഗ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബാങ്കിൻ്റെ ശാഖകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഏതു ശാഖയിൽ നിന്നും മറ്റു ശാഖകളിലേക്ക് ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കുക. കോർ ബാങ്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കിൻ്റെ ശാഖകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഏതു ശാഖയിൽ നിന്നും മറ്റു ശാഖയിലേക്ക് ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കുക. അപ്പോൾ കോർ ബാങ്കിംഗ് എന്നാൽ ബാങ്കിൻ്റെ ശാഖകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഏതു ശാഖയിൽ നിന്നും മറ്റു ശാഖകളിലേക്ക് ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കുക എന്നതാണ്. അടുത്ത ചോദ്യം. മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നീ വൈവിധ്യങ്ങൾക്ക് അതീതമായി എല്ലാവർക്കും ഇടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക എന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്ത് ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, മൗലിക കടമകൾ. അപ്പോൾ മൗലിക കടമകളിലാണ് മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നീ വൈവിധ്യങ്ങൾക്ക് അതീതമായി എല്ലാവർക്കും ഇടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക എന്ന് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളിലാണ് ഭാഷ, പ്രദേശം, വിഭാഗം, മതം എന്നിവയ്ക്ക് അതീതമായി എല്ലാവർക്കും ഇടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക എന്ന്
കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, നിയമപരമായ അധികാരങ്ങളുടെ വിഭജനം സംബന്ധിച്ചുള്ള ഭരണഘടനയിലെ 3 ലിസ്റ്റുകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1, 2, 3. ഏതൊക്കെയാണെന്ന് നോക്കാം. അനുച്ഛേദം 246 3 തരം ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അനുച്ഛേദം 246 3 തരം ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലാണ് 3 ഇനം ലിസ്റ്റുകൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ 3 ഇനം ലിസ്റ്റുകൾ ഉൾക്കൊള്ളുന്നത് 7ാമത്തെ ഷെഡ്യൂളിലാണ്. യൂണിയൻ സംസ്ഥാന ലിസ്റ്റുകൾക്ക് മാതൃകയാക്കിയിട്ടുള്ളത് കാനഡയാണ്. അനുച്ഛേദം 246 3 തരം ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂളിലാണ് 3 ഇനം ലിസ്റ്റുകളെ ഉൾക്കൊള്ളുന്നത്. യൂണിയൻ സംസ്ഥാന ലിസ്റ്റുകൾക്ക് മാതൃകയാക്കിയിട്ടുള്ളത് കാനഡയെയാണ്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ പറയുന്ന പദവികൾ വഹിക്കുന്ന വ്യക്തികൾ പ്രസ്തുത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എന്നിവയിൽ തെറ്റായത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ ആവാൻ കുറഞ്ഞ പ്രായം 35 രാജ്യസഭാംഗം അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടതിനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സ്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ലോക്സഭാംഗം എന്നിവയ്ക്ക് 25 വയസ്സും. പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. രാജ്യസഭാ അംഗം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നിവയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടതിനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സ്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അല്ലെങ്കിൽ ലോക്സഭാ അംഗം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുള്ള കുറഞ്ഞ വയസ്സ് 25 വയസ്സാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ഏതൊക്കെയാണെന്ന് നോക്കാം. മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് മൗലിക അവകാശങ്ങളെക്കാൾ പ്രാധാന്യം നൽകി. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് മൗലിക അവകാശങ്ങളെക്കാൾ പ്രാധാന്യം നൽകി. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഭരണഘടനാ ഭേദഗതി ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. 42ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് മൗലിക അവകാശങ്ങളെക്കാൾ പ്രാധാന്യം നൽകി. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഭരണഘടനാ ഭേദഗതി ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. അടുത്ത ചോദ്യം നോക്കാം. അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ പാടില്ലാത്ത മൗലിക അവകാശങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 20, 21. ആർട്ടിക്കിൾ 20ഉം 21ഉമാണ് അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ പാടില്ലാത്ത മൗലിക അവകാശങ്ങൾ. അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ പാടില്ലാത്ത മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21ഉമാണ്. അടുത്ത ചോദ്യം നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്നതിനായി നിലവിൽ വന്ന സ്ഥാപനം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കില. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്നതിനായി നിലവിൽ വന്ന സ്ഥാപനമാണ് കില. അപ്പോൾ കില നിലവിൽ വന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്നതിന് വേണ്ടിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ബംഗളൂരു. ബംഗളൂരുവിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. അടുത്ത ചോദ്യം നോക്കാം. സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ഓൺലൈൻ കൗൺസലിങ്ങും നിയമസഹായവും പോലീസ് സഹായവും നൽകുന്ന പദ്ധതി? ഉത്തരം ഓപ്ഷൻ എ ആണ്. കാതോർത്ത്. സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ഓൺലൈൻ കൗൺസലിങ്ങും നിയമസഹായവും പോലീസ് സഹായവും നൽകുന്ന പദ്ധതിയാണ് കാതോർത്ത്. കാതോർത്ത് എന്ന പദ്ധതി സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ഓൺലൈൻ കൗൺസലിങ്ങും നിയമസഹായവും പോലീസ് സഹായവും നൽകുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കിഫ്ബിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർമാൻ. കിഫ്ബിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഭരണപരിഷ്കരണ കമ്മീഷനുമായി ബന്ധപ്പെട്ട്
താഴെ തന്നിരിക്കുന്ന വസ്തുതകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, രണ്ടും ശരി. ഒന്നാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ നിലവിൽ വന്നത് 1957 1957 ഒന്നാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ നിലവിൽ വന്നത്. ഒന്നാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ EMS നമ്പൂതിരിപ്പാടായിരുന്നു. ഒന്നാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ EMS നമ്പൂതിരിപ്പാട്. ഒന്നാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ നിലവിൽ വന്നത് 1957 ഒന്നാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാൻ EMS നമ്പൂതിരിപ്പാടായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആത്മകഥ എന്ന സാഹിത്യ വിഭാഗത്തിൽ പെടാത്ത കൃതി. ഉത്തരം ഓപ്ഷൻ എ ആണ്, അഗ്നിസാക്ഷി. ആത്മകഥ എന്ന സാഹിത്യ വിഭാഗത്തിൽ പെടാത്ത കൃതിയാണ് അഗ്നിസാക്ഷി. കഴിഞ്ഞ കാലം, കവിയുടെ കാൽപ്പാടുകൾ, മനസാ സ്മരാമി എന്നിവയാണ് ആത്മകഥ എന്ന സാഹിത്യ വിഭാഗത്തിൽ പെടുന്നത്. അപ്പോൾ ആത്മകഥ എന്ന സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൃതികളാണ് കഴിഞ്ഞ കാലം, കവിയുടെ കാൽപ്പാടുകൾ, മനസാ സ്മരാമി എന്നിവ. അടുത്ത ചോദ്യം നോക്കാം. തെയ്യം എന്ന കലയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെയ്യവുമായി ബന്ധമില്ലാത്തത്. തെയ്യവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ നാടൻ കലയാണ് തെയ്യം. തെയ്യം കലയുടെ സാഹിത്യ രൂപമാണ് തോറ്റംപാട്ട്. അപ്പോൾ തോറ്റംപാട്ട് തെയ്യം കലയുടെ സാഹിത്യ രൂപമാണ്. തെയ്യം കലയിൽ ചെണ്ട പ്രധാന വാദ്യമാണ്. ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ നാടൻ കലയാണ് തെയ്യം. ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ നാടൻ കലയാണ് തെയ്യം. തെയ്യം കലയുടെ സാഹിത്യ രൂപം തോറ്റംപാട്ട്. അപ്പോൾ തെയ്യം കലയുടെ സാഹിത്യ രൂപമാണ് തോറ്റംപാട്ട്. തെയ്യം കലയിൽ ചെണ്ട പ്രധാന വാദ്യമാണ്. അപ്പോൾ തെയ്യം കലയിലെ പ്രധാന വാദ്യം ആണ് ചെണ്ട. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വരികൾ ആരുടേതാണ്? മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, വള്ളത്തോൾ. വള്ളത്തോളിൻ്റെ വരികളാണ് മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്നത്. മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പറഞ്ഞത് വള്ളത്തോളാണ്. അടുത്ത ചോദ്യം. അർത്തുങ്കൽ പെരുന്നാൾ ആഘോഷം നടക്കുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് അർത്തുങ്കൽ പെരുന്നാൾ നടക്കുന്നത്. അർത്തുങ്കൽ പെരുന്നാൾ ആഘോഷം നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. അടുത്ത ചോദ്യം. ഖേൽരത്ന പുരസ്കാരം ആദ്യമായി നേടിയ കായിക താരം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിശ്വനാഥൻ ആനന്ദ്. വിശ്വനാഥൻ ആനന്ദാണ് ഖേൽരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ച കായിക താരം. ഖേൽരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് വിശ്വനാഥൻ ആനന്ദിനാണ്. അടുത്ത ചോദ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സംസ്ഥാന സർക്കാരിന്. സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമില്ല. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമില്ല. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമില്ല. അടുത്ത ചോദ്യം നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അന്തിമ അപ്പീൽ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സുപ്രീം കോടതി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അന്തിമ അപ്പീൽ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് സുപ്രീം കോടതിയിലാണ്. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട തെറ്റായ ഉത്തരം. ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം.
മജിസ്ട്രേറ്റിനു നടപടികൾ രഹസ്യമായി നടത്താം. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളിൽ പെടുന്നതാണ് മജിസ്ട്രേറ്റിന് നടപടികൾ രഹസ്യമായി നടത്താം. ഉത്തരവിൻ്റെ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം. ഉത്തരവിൻ്റെ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം. മജിസ്ട്രേറ്റിനു നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കാം. മജിസ്ട്രേറ്റിനു നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കാം. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരമാണ് ഓപ്ഷൻ എ. അപ്പോൾ ഓപ്ഷൻ ബി, സിയും ഡി ശരിയായിട്ടുള്ളതാണ്. അത് ഏതൊക്കെയെന്ന് ഒന്നുകൂടെ നോക്കാം. മജിസ്ട്രേറ്റിനു നടപടികൾ രഹസ്യമായി നടത്താം. ഉത്തരവിൻ്റെ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം. മജിസ്ട്രേറ്റിനു നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കാം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ പോക്സോയെക്കുറിച്ചുള്ള ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ് 1, 2, 3. അപ്പോൾ തന്നിട്ടുള്ളതൊക്കെ പോക്സോയെക്കുറിച്ചുള്ള ശരിയായവയാണ്. കേസുകളുടെ ഇൻ ക്യാമറ ട്രയൽ പോക്സോയ്ക്ക് ലിംഗഭേദമില്ല, നിഷ്പക്ഷമാണ്. ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമമാണ് പോക്സോ. അപ്പോൾ പോക്സോയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്: കേസുകളുടെ ഇൻ ക്യാമറ ട്രയൽ, പോക്സോയ്ക്ക് ലിംഗഭേദമില്ല, നിഷ്പക്ഷമാണ്. ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമമാണ് പോക്സോ. അടുത്ത ചോദ്യം നോക്കാം. ഒരു ആവാസ വ്യവസ്ഥയിലെ ജൈവിക ഘടകങ്ങൾക്ക് ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ സി ആണ്, സസ്യങ്ങൾ. ഒരു ആവാസ വ്യവസ്ഥയിലെ ജൈവിക ഘടകത്തിന് ഉദാഹരണമാണ് സസ്യങ്ങൾ. മണ്ണ്, ജലം, പ്രകാശം എന്നിവ അജീവിക ഘടകങ്ങളാണ്. ഒരു ആവാസ വ്യവസ്ഥയിലെ ജൈവിക ഘടകങ്ങളാണ് സസ്യങ്ങൾ. മണ്ണ്, ജലം, പ്രകാശം എന്നിവ ഒരു ആവാസ വ്യവസ്ഥയിലെ അജീവിക ഘടകങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ആവരണകലയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2, 3, 4. ഏതൊക്കെയാണെന്ന് നോക്കാം. സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അപ്പോൾ ആവരണകലയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്: ആവരണകലകൾ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ആവരണകല അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. ആവരണകല ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജർമ്മൻ മീസൽസിനു കാരണമാകുന്ന സൂക്ഷ്മജീവി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വൈറസ്. ജർമ്മൻ മീസൽസിനു കാരണമാകുന്ന സൂക്ഷ്മജീവി വൈറസ് ആണ്. അപ്പോൾ വൈറസ് കാരണമാണ് ജർമ്മൻ മീസൽസ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അൽഷിമേഴ്സ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 2, 4. ഏതൊക്കെ പ്രസ്താവനകളാണെന്ന് നോക്കാം. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക. അൽഷിമേഴ്സ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. അപ്പോൾ കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുകയും ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്നത് അൽഷിമേഴ്സ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ന്യൂമോകോണിയോസിസ്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. അപ്പോൾ ന്യൂമോകോണിയോസിസ് ഉണ്ടാകുന്നത് കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 4. അപ്പോൾ 1, 4 തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്താൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് ജീവകം കെ. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്താൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്നതാണ് ജീവകം ഡി. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് ജീവകം കെ. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ബി, സി എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നാണ്. ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് എ, ഡി, ഇ, കെ എന്നിവ. അതുപോലെ നാലാമത്തെ പ്രസ്താവന കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം ഇ. അത് തെറ്റായ പ്രസ്താവനയാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം സി ആണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പോയിന്റ്സ് നോക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് എ, ഡി, ഇ, കെ.
ബി, സി എന്നിവ വെള്ളത്തിലാണ് ലയിക്കുന്നത്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്താൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്നതാണ് ജീവകം ഡി. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് ജീവകം കെ. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് സി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. മിനുസമുള്ള പ്രതലം വികിരണ താപത്തെ പ്രതിപദിപ്പിക്കും. മിനുസമുള്ള പ്രതലം വികിരണ താപത്തെ പ്രതിപദിപ്പിക്കും. താപം ലഭിക്കുമ്പോൾ ദ്രാവക വസ്തുക്കൾ സങ്കോചിക്കുന്നു. ദ്രാവക വസ്തുക്കൾ താപം ലഭിക്കുമ്പോൾ സങ്കോചിക്കുന്നു. സങ്കോചിക്കുവാനും വികസിക്കുവാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്നവയാണ് ലബോറട്ടറി തെർമോമീറ്റർ, ക്ലിനിക്കൽ തെർമോമീറ്റർ എന്നിവ. ലബോറട്ടറി തെർമോമീറ്ററിലും ക്ലിനിക്കൽ തെർമോമീറ്ററിലും ദ്രാവകങ്ങളുടെ സങ്കോചിക്കാനും വികസിക്കാനുമുള്ള കഴിവാണ് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഒന്നുകൂടെ പോയിന്റ്സ് നോക്കാം. മിനുസമുള്ള പ്രതലം വികിരണ താപത്തെ പ്രതിപദിപ്പിക്കും. താപം ലഭിക്കുമ്പോൾ ദ്രാവക വസ്തുക്കൾ സങ്കോചിക്കുന്നു. സങ്കോചിക്കുവാനും വികസിക്കുവാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്നവയാണ് ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും. അടുത്ത ചോദ്യം നോക്കാം. സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യത്തിന് എന്ത് സംഭവിക്കും? ഉത്തരം ഓപ്ഷൻ എ ആണ്. തരംഗദൈർഘ്യം കുറയും. സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയും. സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ള ദർപ്പണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കോൺവെക്സ് ദർപ്പണം. ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ള ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണത്തിനാണ് ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ പറയുന്നവയിൽ ഏതാണ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം? ഉത്തരം ഓപ്ഷൻ എ ആണ്. അസറ്റിലിൻ. വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം അസറ്റിലിനാണ്. അപ്പോൾ അസറ്റിലിൻ വാതകം ആണ് വെൽഡിങ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ അസിഡിക് സ്വഭാവം കാണിക്കും. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയെന്ന് നോക്കാം. ലോഹങ്ങൾ ദ്യുതി ഉള്ളവയാണ്. പൊതുവെ ലോഹങ്ങളെ അടിച്ചു പരത്താൻ കഴിയും. ചില ലോഹങ്ങൾ ബേസുകളുമായി പ്രതിപ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കും. അപ്പോൾ ലോഹങ്ങളെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ഒന്നുകൂടെ നോക്കാം. ലോഹങ്ങൾ ദ്യുതിയുള്ളവയാണ്. പൊതുവെ ലോഹങ്ങളെ അടിച്ചു പരത്താൻ കഴിയും. ചില ലോഹങ്ങൾ ബേസുകളുമായി പ്രതിപ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കും. അടുത്ത ചോദ്യം നോക്കാം. താഴെ നൽകിയിട്ടുള്ളവയിൽ താപമോചക പ്രവർത്തനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ആസിഡും ബേസും തമ്മിലുള്ള നിർവീരീകരണം. ആസിഡും ബേസും തമ്മിലുള്ള നിർവീരീകരണം ഒരു താപമോചക പ്രവർത്തനമാണ്. താപമോചക പ്രവർത്തനത്തിന് ഉദാഹരണമാണ് ആസിഡും ബേസും തമ്മിലുള്ള നിർവീരീകരണം. അടുത്ത ചോദ്യം നോക്കാം. ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്ലോട്ടർ. അപ്പോൾ പ്ലോട്ടർ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്ന് നോക്കാം. ബയോമെട്രിക് സെൻസർ, മൈക്രോഫോൺ എന്നിവയൊക്കെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ബയോമെട്രിക് സെൻസർ, മൈക്രോഫോൺ, ട്രാക്ക് ബോൾ എന്നിവയാണ് ഇൻപുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. URLലെ ഏതു ഭാഗമാണ് വെബ് സെർവറിനെ കണ്ടെത്താൻ സഹായിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഡൊമൈൻ നാമം. URLലെ ഡൊമൈൻ നാമമാണ് വെബ് സെർവറിനെ കണ്ടെത്താൻ സഹായിക്കുന്നത്. URLലെ ഡൊമൈൻ നാമമാണ് വെബ് സെർവർ കണ്ടെത്താൻ സഹായിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി കടന്ന് വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകളും വിവരങ്ങളും നശിപ്പിക്കുന്ന പ്രവൃത്തി. ഉത്തരം ഓപ്ഷൻ എ ആണ്. ക്രാക്കിംഗ്. മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി കടന്ന് വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകളും വിവരങ്ങളും നശിപ്പിക്കുന്ന പ്രവൃത്തി ക്രാക്കിംഗ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്രാക്കിംഗ് എന്നാൽ മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി കടന്ന് വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകളും വിവരങ്ങളും നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ഇംഗ്ലീഷാണ്. ആദ്യത്തെ ചോദ്യം. അറ്റ് പ്രോപ്പർ ക്വസ്റ്റ്യൻ
യു നീഡ് മണി ഡാഷ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ഡോണ്ട് യു. യു നീഡ് മണി ഡോണ്ട് യു. അടുത്ത ചോദ്യം, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഹി ഹാസ് ബ്ലെയിംഡ് ഹിസ് ചിൽഡ്രൻ. ഉത്തരം ഓപ്ഷൻ സി ആണ് ഹിസ് ചിൽഡ്രൻ ഹാവ് ബീൻ ബ്ലെയിംഡ് ബൈ ഹിം. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ കറക്റ്റായിട്ടുള്ള പാസീവ് വോയിസ് ആണ് ഹിസ് ചിൽഡ്രൻ ഹാവ് ബീൻ ബ്ലെയിംഡ് ബൈ ഹിം എന്നത്. അടുത്ത ചോദ്യം, ദ ലിറ്റിൽ കിഡ്സ് അലോങ് വിത്ത് ദെയർ പാരൻസ് ഡാഷ് ഹിയർ. ഉത്തരം ഓപ്ഷൻ ബി ആണ് ദ ലിറ്റിൽ കിഡ്സ് അലോങ് വിത്ത് ദെയർ പാരൻസ് ആർ ഹിയർ. അടുത്ത ചോദ്യം, മൈ ബ്രദർ ഈസ് ഡാഷ് ടു മീ ബൈ 3 years. ഉത്തരം ഓപ്ഷൻ എ ആണ് എൽഡർ. മൈ ബ്രദർ ഈസ് എൽഡർ ടു മീ ബൈ 3 years. അടുത്ത ചോദ്യം, യു ഡാഷ് ബ്രിങ് യുവർ നോട്ട്ബുക്ക് ദ ടീച്ചർ ഓർഡേർഡ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് മസ്റ്റ്. യു മസ്റ്റ് ബ്രിങ് യുവർ നോട്ട്ബുക്ക് ദ ടീച്ചർ ഓർഡേർഡ്. അടുത്ത ചോദ്യം, ദ സിനോണിം ഓഫ് ഫിക്കിൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വോളട്ടൈൽ. അപ്പോൾ ഫിക്കിൾ എന്ന വേർഡിൻ്റെ സിനോണിമാണ് വോളട്ടൈൽ എന്നത്. അടുത്ത ചോദ്യം, ഗീവ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ വൺ ടു സ്ട്രോങ് ടു ബി ഡിഫീറ്റഡ്. ഉത്തരം ഓപ്ഷൻ സി ആണ് ഇൻവിൻസിബിൾ. വൺ ടു സ്ട്രോങ് ടു ബി ഡിഫീറ്റഡ് എന്നതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇൻവിൻസിബിൾ എന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി സ്പെൽഡ്. ഉത്തരം ഓപ്ഷൻ സി ആണ് പംകിൻ. പംകിൻ എന്നത് ശരിയായിട്ട് പംകിൻ എന്നാണ്. തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് സ്പെൽ ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, യൂസ് ദ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ടു ദ വേർഡ് ഫർഗറ്റ്. ഉത്തരം ഓപ്ഷൻ എ ആണ് അൺഫർഗറ്റബിൾ. അപ്പോൾ ശരിയായിട്ട് ഫർഗറ്റ് എന്ന വേർഡിനോടൊപ്പം പ്രിഫിക്സും സഫിക്സും ചേർത്തത് അൺഫർഗറ്റബിൾ ആണ്. അടുത്ത ചോദ്യം, ഹോളിഡേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് വേർഡ്. ഉത്തരം ഓപ്ഷൻ സി ആണ് കോമ്പൗണ്ട്. ഹോളിഡേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് വേർഡ്. അടുത്ത മാത്സ് ആണ്. മാത്സിലെ ആദ്യത്തെ ചോദ്യം, എ ബി എന്നീ സംഖ്യകൾ സി എന്ന സംഖ്യയേക്കാൾ 10%, 60% കൂടുതലായാൽ എ ബിയുടെ എത്ര ശതമാനം? ഉത്തരം ബി ആണ് 68.75%. അപ്പോൾ എ ബിയുടെ 68.75%. അടുത്ത ചോദ്യം, ഒരാൾ തൻ്റെ വേഗത്തിൻ്റെ 3/5 വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് വൈകിയെങ്കിൽ ദൂരം പൂർത്തിയാക്കുന്ന പതിവ് സമയം എന്ത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 15 മിനിറ്റ്. ഒരാൾ തൻ്റെ വേഗത്തിൻ്റെ 3/5 വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് വൈകിയെങ്കിൽ ദൂരം പൂർത്തിയാക്കുന്ന പതിവ് സമയം 15 മിനിറ്റ് ആണ്. അടുത്ത ചോദ്യം, 100നും 20നും ഇടയിലുള്ള 6ൻ്റെ ഗുണിതങ്ങളുടെ ആകത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ് 2550. 100നും 200നും ഇടയിലുള്ള 6ൻ്റെ ഗുണിതങ്ങളുടെ ആകത്തുക 2550 ആണ്. അടുത്ത ചോദ്യം നോക്കാം. 15 സംഖ്യകളുടെ ശരാശരി 28. ആദ്യത്തെ 7 സംഖ്യകളുടെ ശരാശരി 26. അവസാനത്തെ 7 സംഖ്യകളുടെ ശരാശരി 25. എങ്കിൽ 8ാമത്തെ സംഖ്യ. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 63. അപ്പോൾ 8ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 63 ആണ്. അടുത്ത ചോദ്യം, എക്സ് ജോലിക്കാർ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്താൽ 2x ജോലിക്കാർ അതിൻ്റെ പകുതി ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഉത്തരം ഓപ്ഷൻ എ ആണ് 3. അപ്പോൾ 2x ജോലിക്കാർ അതിൻ്റെ പകുതി ജോലി ചെയ്യാൻ 3 ദിവസം എടുക്കും. അടുത്ത ചോദ്യം, സമാന ബന്ധം മനസ്സിലാക്കി പൂരിപ്പിക്കുക. 28 4 504. ഉത്തരം ഓപ്ഷൻ സി ആണ് 72. 28 4 504 72 ആണ്. അടുത്ത ചോദ്യം, അഖിൽ, രേഖ എന്നിവർ ഒരു റാങ്ക് പട്ടികയിൽ മുകളിൽ നിന്നും യഥാക്രമം 7, 11 സ്ഥാനങ്ങളിലാണ്. ആകെ 31 പേരുണ്ടെങ്കിൽ താഴെ നിന്ന് രേഖയുടെ സ്ഥാനം എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ് 21. അഖിൽ, രേഖ എന്നിവർ ഒരു റാങ്ക് പട്ടികയിൽ മുകളിൽ നിന്ന് യഥാക്രമം 7, 11 സ്ഥാനങ്ങളിലാണ്. ആകെ 31 പേരുണ്ടെങ്കിൽ താഴെ നിന്ന് രേഖയുടെ സ്ഥാനം 21 ആണ്.
അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ 52 ആഴ്ചകളും 2 ദിവസവും വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1984. അപ്പോൾ 1984 52 ആഴ്ചകളും 2 ദിവസവും വന്നത്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻറ്റു എന്നത് പ്ലസും ഡിവൈഡഡ് ബൈ എന്നത് മൈനസിനെയും പ്ലസ് എന്നത് ഇൻറ്റുവിനെയും മൈനസ് എന്നത് ഡിവൈഡഡ് ബൈനെയും സൂചിപ്പിക്കുന്നു എങ്കിൽ 20 × 8 ഡിവൈഡഡ് ബൈ 8 മൈനസ് 4 + 2 എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ് 24. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 24. അടുത്ത ചോദ്യം. 4 ബെല്ലുകൾ 4 മിനിറ്റ്, 6 മിനിറ്റ്, 8 മിനിറ്റ്, 12 മിനിറ്റ് എന്നീ ഇടവേളകളിൽ മുഴക്കുന്നു. ഇവ ഒരുമിച്ച് 9ന് മുഴങ്ങിയാൽ പിന്നീട് എത്ര സമയം കഴിയുമ്പോഴാണ് ഒരുമിച്ച് മുഴങ്ങുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 9:24. ഉത്തരം ഓപ്ഷൻ സി ആണ് 9:24. അപ്പോൾ 4 ബെല്ലുകൾ 4 മിനിറ്റ്, 6 മിനിറ്റ്, 8 മിനിറ്റ്, 12 മിനിറ്റ് എന്നീ ഇടവേളകളിൽ മുഴങ്ങുന്നു. ഇവ ഒരുമിച്ച് 9ന് മുഴങ്ങിയാൽ പിന്നീട് 9:24 ഒരുമിച്ച് മുഴങ്ങുന്നത്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പദം ഏതാണ്? അടുത്ത് 91 മുതൽ മലയാളമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് തെറ്റായ പദം കണ്ടുപിടിക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് ബിരുദം. അപ്പോൾ ശരിയായിട്ടുള്ള പദങ്ങളാണ് അങ്കുലി, കനിഷ്ഠൻ, പാദസരം എന്നിവ. ബിരുദം എന്ന് എഴുതുന്നത് ബിരുദം എന്നാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായ പദം. അങ്കുലി, കനിഷ്ഠൻ, പാദസരം എന്നിവ ശരിയായിട്ട് ഉള്ള പദങ്ങളാണ്. അടുത്ത ചോദ്യം. കീപ് വൺസ് ഹെഡ് എബോവ് വാട്ടർ ശരിയായ പരിഭാഷ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടുക. കീപ് വൺസ് ഹെഡ് എബോവ് വാട്ടർ എന്നതിൻ്റെ ശരിയായ പരിഭാഷയാണ് കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത്. അടുത്ത ചോദ്യം. വഞ്ചിക്കാനുള്ള ആഗ്രഹം ഉള്ളവൻ ഒറ്റപ്പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ് ദിപ്സു. വഞ്ചിക്കാനുള്ള ആഗ്രഹം ഉള്ളവനാണ് ദിപ്സു. അപ്പോൾ ദിപ്സു എന്നത് വഞ്ചിക്കാനുള്ള ആഗ്രഹം ഉള്ളവൻ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പദങ്ങളും വിപരീത പദങ്ങളും തമ്മിലുള്ള ജോഡികളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോൾ സി ആണ് തെറ്റായിട്ടുള്ള ജോഡി. ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഓപ്ഷൻ എ അധര ഉത്തര എന്നത് ശരിയായിട്ടുള്ള ജോഡിയാണ്. അപ്പോൾ അധര ഉത്തര എന്നതാണ് ശരിയായിട്ടുള്ള വിപരീത പദം. അപ്പോൾ അധരയുടെ ശരിയായിട്ടുള്ള വിപരീത പദമാണ് ഉത്തര. ഇത് ഉദാരൻ, കൃപണൻ. അപ്പോൾ ഉദാരൻ എന്ന വാക്കിൻ്റെ ശരിയായിട്ടുള്ള വിപരീത പദമാണ് കൃപണൻ. ഏകാഗ്രത എന്നതിൻ്റെ ശരിയായിട്ടുള്ള വിപരീത പദമാണ് വ്യഗ്രത. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ തെറ്റായിട്ടുള്ള ജോഡിയാണ്. ഉദാരൻ, കൃപണൻ, ഏകാഗ്രത എന്നതിൻ്റെ വിപരീതം വ്യഗ്രത. അടുത്ത ചോദ്യം. കരിങ്കൂവളം പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ് കരി അധികം കൂവളം. കരിങ്കൂവളം പിരിച്ചെഴുതുമ്പോൾ കരി അധികം കൂവളം. അടുത്ത ചോദ്യം. വിത്തെടുത്ത് കുത്തുക എന്ന ശൈലിയുടെ ശരിയായ ആശയം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് കരുതൽ ധനം ചെലവ് ചെയ്യുക. വിത്തെടുത്ത് കുത്തുക എന്ന ശൈലിയുടെ ശരിയായ ആശയം കരുതൽ ധനം ചെലവ് ചെയ്യുക എന്നതാണ്. അടുത്ത ചോദ്യം. രക്ഷകൻ എന്നതിൻ്റെ സ്ത്രീലിംഗപദം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് രക്ഷിക. രക്ഷകൻ എന്നതിൻ്റെ സ്ത്രീലിംഗപദം രക്ഷികയാണ്. അപ്പോൾ രക്ഷിക, രക്ഷകൻ. അടുത്ത ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇരുട്ട് എന്നതിൻ്റെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് സ്വാപം. അപ്പോൾ ഇരുട്ട് എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ് തമസ്, തമിശ്രം, ദ്വാന്തം. തമസ്, ദ്വാന്തം, തമിശ്രം എന്നിവ ഇരുട്ട് എന്നതിൻ്റെ പര്യായ പദങ്ങളാണ്. അടുത്ത ചോദ്യം. ശരിയായ വാക്യം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ് അദ്ദേഹത്തിന് ഈ ജോലി നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. അപ്പോൾ തന്നിട്ടുള്ളതിൽ ശരിയായ വാക്യമാണ് അദ്ദേഹത്തിന് ഈ ജോലി നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് തിരുവടികൾ. പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് തിരുവടികൾ എന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.